ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ വാർത്തകളൊക്കെ ഈയിടെ അടുത്താണ് വളരെ വിവാദമായത്. ശരിക്കും മുമ്പായിരുന്നു, പക്ഷേ വീണ്ടും വിവാദമായത്. അതിലേക്ക് ചിന്തയുടെ പേര് വന്നതൊക്കെ വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. ശരിക്കും VS ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന് പറഞ്ഞ ആ കൊച്ചുകുട്ടി ചിന്തയാണ്. അയ്യോ, VS സഖാവിനെ പോലെ ലോകം ആദരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹത്തെ പറ്റി അങ്ങനെയൊക്കെ ആരെങ്കിലും പാർട്ടിക്കകത്ത് പറയും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ മാധ്യമ പ്രചരണങ്ങളാണ്, കുപ്രചരണങ്ങളാണ്, എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ തിരുത്താൻ പോകുമ്പം നമുക്കൊരു ബാധ്യതയായിട്ട് അത് വരികയാണ്. ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ആരെങ്കിലും എന്തെങ്കിലും കൈയും വാലും തലയും ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് പറയും, നമ്മളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ പേര് പറയില്ല, നമ്മളെന്ന് തോന്നുന്ന നിലയിലൊക്കെ പറയും. പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ദിവസങ്ങളോളം ആരാണോ ഇതിൻ്റെ ആരോപണ വിധേയരായവർ അവർ നടക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ട്. അതാണ് ഈ പോസ്റ്റ് ട്രൂത്തിൻ്റെ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. വാസ്തവാനന്തര കാലമാണല്ലോ. നുണ ഏത്, കള്ള ഏത്, സത്യം ഏത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന് പറയുന്ന കണക്ക്. പക്ഷെ എന്തെങ്കിലും ചെരിപ്പിട്ട് സത്യം വരും. അതുകൊണ്ട് VS പോലെ വളരെ ബഹുമാന്യനായ ഒരു വ്യക്തിയെ ക്കെതിരെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നൊക്കെ പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്.